പ്രിയപ്പെട്ട അധ്യാപകരെ, പരീക്ഷാ ഹാളിൽ സ്ട്രിക്റ്റ് ആവരുത്, സസ്പെൻഷൻ വന്നേക്കാം. കോപ്പിയടി കണ്ടാൽ പിടിക്കരുത്, ശിക്ഷിക്കരുത്, അതിനുവേണ്ടി മുതിരരുത്. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ കുട്ടികൾ പടക്കമെറിഞ്ഞേക്കാം, നിങ്ങളെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. വിദ്യാർത്ഥികളെ ഗുണദോഷിക്കാൻ ശ്രമിക്കരുത്, ഒരുപക്ഷെ ചൈൽഡ് ലൈൻ ഇടപെട്ടേക്കാം. വിദ്യാർത്ഥികളെ ശിക്ഷിക്കരുത്, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തേക്കാം. നിങ്ങൾ പഠിപ്പിക്കുക, സിലബസ് തീർക്കുക, പരീക്ഷ നടത്തുക, ജോലി തീർന്നു. കുട്ടികൾ തമ്മിൽ തല്ലിയാലും നിങ്ങൾ കേസെടുക്കരുത്, ആക്ഷൻ എടുക്കരുത്. അതിനിവിടെ പോലീസ് ഉണ്ട്, കോടതിയുണ്ട്, സർക്കാരുണ്ട്. നിങ്ങൾ എല്ലാം കണ്ടിരിക്കുക, എല്ലാത്തിനും മൂകസാക്ഷിയാവുക. പ്രിയമുള്ളവരെ, സമകാലിക കേരളത്തിലെ അധ്യാപകരുടെ അവസ്ഥ പറയാൻ ശ്രമിച്ചതാണ് ഇവിടെ. കാര്യം വളരെ ദയനീയം. മാതാപിതാക്കളാണ് മക്കളുടെ ആദ്യത്തെ അധ്യാപകർ. അവിടെ കാര്യമായ ഒരു അധ്യാപനവും ഇന്ന് നടക്കുന്നില്ല. സാറേ, എൻ്റെ കുട്ടിയെ ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് സ്കൂളിലേക്കാണ്, അധ്യാപകരുടെ അടുത്തേക്കാണ്. നമുക്ക് സാധിക്കാത്തത് നമ്മുടെ അധ്യാപകരിലൂടെ സാധിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അധ്യാപകർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിയമക്കുരുക്കിട്ട് നമ്മൾ അവരെ നിർത്തിയിരിക്കുന്നു. ഇനി ആരുണ്ട് നമ്മുടെ കുട്ടിയെ രക്ഷിക്കാൻ? ഓർക്കുക, നമ്മുടെ കുട്ടിയുടെ 7-8 മണിക്കൂറാണ് അവൻ സ്കൂളിലോ കോളേജിലോ ചെലവിടുന്നത്. ആ സമയം അത്രയും അവനെ പഠിപ്പിക്കുകയും നിയന്ത്രിക്കുകയും സുരക്ഷിതമായി വീട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നത് അധ്യാപകരാണ്. കുട്ടികളെ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് രക്ഷിതാക്കൾക്ക് കിട്ടുന്നുള്ളൂ. ആ സമയം പോലും അവരെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ? പിന്നെ അവർ ഉറങ്ങുകയാണ്. ടീച്ചേഴ്സ് ആർ ദ എഞ്ചിനീയേഴ്സ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ. അധ്യാപകരാണ് നാളത്തെ തലമുറയുടെ എഞ്ചിനീയർമാർ. ഒരധികാരവുമില്ലാത്ത അധ്യാപകർക്ക് എങ്ങനെയാണ് നാളത്തെ നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുക?